മലേഷ്യയിൽ 2003 നടന്ന വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കേസിനെ പറ്റിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നൊറീറ്റ സംസുദ്ദീൻ എന്ന 22 വയസ്സുകാരി അവളുടെ ബെഡ്റൂമിൽ കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിൽ മരിച്ചു കിടക്കുന്നത് അവളുടെ റൂംമേറ്റ്സ് കണ്ടെത്തി. ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ കേസിൽ പ്രധാന പങ്കുവഹിച്ചത് 6 അടി ഉയരമുള്ള ഒരു അജ്ഞാത മനുഷ്യനും അസഹ്യമായ വിയർപ്പുവാടയും പോലീസ് കൊലയാളിയാണെന്ന് സംശയിച്ചയാൾ സ്വയം സറണ്ടർ ആയതുമാണ്. എന്നാൽ അയാൾ തന്നെയാണോ കൊലയാളിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും കൺഫ്യൂസായ നിലയിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ക്വാലാലംപൂർ, മലേഷ്യ. ഒരു കമ്പനി എക്സിക്യൂട്ടീവും പാർട്ട് ടൈം മോഡലുമായ 22 വയസ്സുള്ള നൊറീറ്റ സംസുദ്ദീൻ അവിടെയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഓൾറെഡി താമസിച്ചിരുന്ന ഒരു കപ്പിൾസിനൊപ്പം ഒരു റൂം റെന്റിനെടുത്താണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു അവസരത്തിലാണ് നൊറീറ്റയുടെ കൂടെ താമസിച്ചിരുന്ന കപ്പിൾസായ കെന്നത്തും അസോറയും 2003 ഡിസംബർ 5-ാം തീയതി വെളുപ്പിനെ 4:30 നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലെത്തിയത്. അതിനുശേഷമാണ് വിചിത്രമായ ചില സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത്. വീട്ടിൽ വന്ന അവർ വീടിനുള്ളിലെ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുന്നത് കണ്ട് സംശയിച്ചു നിന്നു. കാരണം നൊറീറ്റയ്ക്കും ഈ കപ്പിൾസിനുമിടയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. രാത്രിയിൽ ആര് ആ വീട് വിട്ട് പുറത്തുപോയാലും അവർ റൂമിൽ തിരിച്ചു വരുന്നതുവരെ ഡൈനിങ് ഏരിയയിലെ ലൈറ്റ് കത്തിക്കിടക്കണമെന്നതായിരുന്നു ആ എഗ്രിമെന്റ്. എന്തായാലും മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അവർ വീടിനുള്ളിൽ കയറി. അപ്പോഴാണ് ഹാള് മുതൽ ഡൈനിങ് ഏരിയ വരെ അസഹ്യമായ വിയർപ്പുവാട അടിക്കുന്നത് അവർക്ക് ഫീൽ ചെയ്തത്. ഉള്ളിൽ വന്ന കെന്നത്ത് മെയിൻ ഡോർ ലോക്ക് ചെയ്ത ശേഷം അവരുടെ ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ കെന്നത്ത് ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്ത് അസോറ അവളുടെ റൈറ്റ് സൈഡിൽ ഒരു മനുഷ്യന്റെ നിഴൽ രൂപത്തെ കാണുന്നു. പക്ഷേ അസോറ അത് മൈൻഡ് ചെയ്തില്ല. കാരണം അവർ വീട്ടിൽ കയറിയപ്പോൾ വന്ന വിയർപ്പുവാട ആദ്യമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ നൊറീറ്റയുടെ കൂടെ ആരെങ്കിലും ഗസ്റ്റ് കാണുമെന്ന് കരുതിയാണ് അസോറ ആ നിഴൽ രൂപത്തെ മൈൻഡ് ചെയ്യാതിരുന്നത്. അങ്ങനെ ആ കപ്പിൾ അവരുടെ ബെഡ്റൂമിൽ കയറിയതിനു ശേഷമാണ് വെളിയിൽ ഒരാൾ നിന്നത് നിങ്ങൾ കണ്ടോ എന്ന് അസോറ കെന്നത്തിനോട് ചോദിച്ചത്. ഇത് കേട്ട കെന്നത്ത്, ഞാൻ ആരെയും കണ്ടില്ലല്ലോ, നിനക്ക് ചിലപ്പോൾ തോന്നിയതാവാമെന്ന് അസോറയോട് പറഞ്ഞു. അങ്ങനെ അസോറ ബെഡ്റൂമിൽ പുറത്തിറങ്ങി താൻ കണ്ട നിഴൽ രൂപം ആരുടേതാണെന്ന് തേടാൻ തുടങ്ങി. ഹാളിലും കിച്ചണിലും ഡൈനിങ് ഏരിയയിലും വരെ തിരഞ്ഞിട്ടും അവിടെയെങ്ങും ആരെയും കാണാനില്ല. അപ്പോഴാണ് അസോറ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവർ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ ലോക്ക് ചെയ്ത മെയിൻ ഡോർ ഇപ്പോൾ തുറന്നു കിടക്കുന്നു. അത് കണ്ടു ഭയന്ന അസോറ കെന്നത്തിനെ വിളിച്ചപ്പോൾ കെന്നത്തും ബെഡ്റൂമിൽ നിന്നും അവിടേക്കെത്തി. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് നൊറീറ്റയുടെ പേര് വിളിച്ച് തേടാൻ തുടങ്ങി. എന്നാൽ നൊറീറ്റയുടെ യാതൊരു അനക്കവുമില്ല. അങ്ങനെ കെന്നത്ത് സെക്യൂരിറ്റി ഗാർഡിനെ വിവരമറിയിക്കാനായി താഴത്തെ നിലയിലേക്ക് പോയി. ഇതേ സമയം ഹാളിൽ നിന്ന് അസോറ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. നൊറീറ്റയുടെ ബെഡ്റൂമിന്റെ വാതിൽ ഒരൽപ്പം തുറന്നു കിടക്കുന്നു. സോ നൊറീറ്റ ബെഡ്റൂമിലുണ്ടോ എന്നറിയാൻ റൂമിൽ കയറി ലൈറ്റ് ഓൺ ചെയ്ത അസോറ അമ്പരന്നു പോയി. റൂമിലിരുന്ന സാധനങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നു. അതിനുശേഷം ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റ് മാറ്റി നോക്കിയ അസോറ കണ്ടത് കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിൽ കമിഴ്ന്നു കിടക്കുന്ന നൊറീറ്റയുടെ നഗ്നമായ ഡെഡ് ബോഡിയാണ്. ഭയന്നുപോയ അസോറ അവിടുന്ന് തന്റെ ബെഡ്റൂമിലേക്ക് വന്ന് ബെഡ്റൂമിലുള്ള വിൻഡോയിലൂടെ താഴേക്ക് പോയ കെന്നത്തിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് താഴത്തുകൂടി ആരോ ഒരാൾ ഓടുന്നതായി അവർ കാണുന്നത്. സോ അയാളായിരിക്കണം നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കിയ അസോറ വീണ്ടും ബഹളം കൂട്ടി. ഉടൻ തന്നെ കെന്നത്തും മറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും കൂടി താഴെ മൊത്തം തിരഞ്ഞെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. അതിനുശേഷം സെക്യൂരിറ്റി ഗാർഡിനെയും കൂട്ടി അവർ രണ്ടുപേരും നൊറീറ്റയുടെ റൂമിലേക്ക് എത്തി. നൊറീറ്റയുടെ തല ഒരു തലയണയുടെ കവർ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അത് അഴിച്ചു മാറ്റിയപ്പോൾ നൊറീറ്റയുടെ വായിൽ തിരികെ വെച്ചിരുന്ന തുണി പുറത്തു വീണു. നൊറീറ്റ ഓൾറെഡി മരണപ്പെട്ടു വന്ന സത്യം അവർ മനസ്സിലാക്കി. ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തി ക്രൈം സീനിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. ചവറ്റുവീപ്പയിൽ കിടന്ന 11 ടിഷ്യൂ പേപ്പറിൽ നിന്നും പുരുഷബീജം പോലീസ് കണ്ടെത്തി. മാത്രമല്ല നൊറീറ്റയുടെ കൈകാലുകൾ കെട്ടാൻ ഉപയോഗിച്ച വയറിൽ നിന്നുൾപ്പെടെ പോലീസ് ബീജം കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത എവിഡൻസിൽ നിന്നും മൊത്തം 3 DNA സാമ്പിൾസ് പോലീസ് കണ്ടെത്തി. അതിൽ ഒരു DNA നൊറീറ്റയുടേതും ബാക്കി 2 എണ്ണം 2 വ്യത്യസ്ത പുരുഷന്മാരുടേതും. ഈ സമയത്താണ് 36 വയസ്സുള്ള ഹനീഫ് ബസ്രി അബ്ദുൾ
അബ്ദുൾ റഹ്മാൻ എന്നയാൾ സ്വയം പോലീസ് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആയത്. കൊല ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞായിരുന്നില്ല ഹനീഫ് സറണ്ടർ ആയത്. മറിച്ച് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ 2 DNA സാമ്പിൾസിൽ ഒന്ന് ഹനീഫിൻ്റെതായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അയാൾ സ്വയം സറണ്ടർ ആയത്. സറണ്ടർ ആകുന്നതിന് മുൻപ് ഹനീഫ് തന്റെ അടിവയറിന് താഴെയുള്ള രോമങ്ങളും നഖവും കട്ട് ചെയ്ത് കളഞ്ഞത് അയാളെ ഈ കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്ന അഡീഷണൽ എവിഡൻസ് ഒഴിവാക്കാനാണോ എന്ന സംശയം ജനിപ്പിച്ചു. കേസ് കോടതിയിലെത്തിയപ്പോൾ ഹനീഫാണ് കൊലയാളിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. അതിനുള്ള തെളിവായി DNA എവിഡൻസും ആ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഗാർഡ്സിനെ സാക്ഷികളായും ഹാജരാക്കി. സെക്യൂരിറ്റി ഗാർഡിന്റെ മൊഴിപ്രകാരം ഹനീഫ് പതിവായി അപ്പാർട്ട്മെന്റിൽ രാത്രി 2 മണിക്ക് നൊറീറ്റയുടെ കൂടെ വരുമെന്നും പക്ഷേ സംഭവ ദിവസം ഹനീഫ് രാത്രി 1 മണിക്ക് വന്നെന്നും അല്പനേരം കഴിഞ്ഞ് ഹനീഫും നൊറീറ്റയും ഒരു മലേഷ്യൻ കപ്പിളിനോട് പുറത്തുനിന്ന് സംസാരിക്കുന്നത് കണ്ടെന്നും അതിനുശേഷം ഹനീഫ് അപ്പാർട്ട്മെന്റിന് പുറത്തു പോകുന്നത് ഞങ്ങൾ കണ്ടില്ലെന്നും സെക്യൂരിറ്റി ഗാർഡ്സ് മൊഴി നൽകി. മാത്രമല്ല നൊറീറ്റയ്ക്ക് ഹനീഫിന് പുറമെ മറ്റൊരാളുമായും അഫെയർ ഉണ്ടായിരുന്നത് ഹനീഫ് കണ്ടെത്തിയതാണ് കൊലപാതകത്തിനുള്ള കാരണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. എന്നാൽ കൊല നടന്ന ദിവസം ഹനീഫ് അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നുവെന്ന് സെക്യൂരിറ്റി ഗാർഡിന്റെ മൊഴിയുണ്ടെങ്കിലും ഹനീഫ് തന്നെയാണ് കൊലയാളി എന്ന് പറയാൻ കഴിയില്ല. ആയതിനാൽ അതൊരു സാഹചര്യ തെളിവ് മാത്രമാണ്. നൊറീറ്റയുമായി താൻ സെക്ഷൽ റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് ഹനീഫ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അവസാനമായി താൻ നൊറീറ്റയെ കണ്ടത് കൊല നടക്കുന്നതിന് 1 ദിവസം മുൻപാണെന്നാണ് ഹനീഫ് മൊഴി നൽകിയത്. നൊറീറ്റ മരിക്കുന്നതിന് മുൻപ് ഹനീഫ് നൊറീറ്റയുമായി സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് DNA എവിഡൻസ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നൊറീറ്റയുമായി അവസാനം സെക്സിൽ ഏർപ്പെട്ടത് ഹനീഫാണെന്ന് പറയാൻ കഴിയില്ല. ആയതിനാൽ അതും ഒരു സാഹചര്യ തെളിവ് മാത്രമാണ്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്തെന്നാൽ സെക്യൂരിറ്റി ഗാർഡ്സ് അവരുടെ മൊഴി പലതവണ മാറ്റിപ്പറഞ്ഞു വന്നതാണ്. ആദ്യം കൊല നടന്ന ദിവസം ഹനീഫിനെ അപ്പാർട്ട്മെന്റിൽ കണ്ടുവെന്ന് മൊഴി നൽകിയ സെക്യൂരിറ്റി ഗാർഡ്സ് പിന്നീട് കൊല നടക്കുന്നതിന് 1 ദിവസം മുൻപാണ് ഹനീഫിനെ അപ്പാർട്ട്മെന്റിൽ ും ആദ്യം പരിഭ്രാന്തിയിൽ അത് ഓർത്തെടുക്കാൻ കഴിയാഞ്ഞതാണെന്നും കോടതിയിൽ മൊഴി നൽകി. ആയതിനാൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മൊഴി വിശ്വാസയോഗ്യമായി കോടതി സ്വീകരിച്ചില്ല. മാത്രമല്ല നൊറീറ്റയുടെ റൂംമേറ്റ്സായ അസോറയും കന്നത്തും ഞങ്ങൾക്ക് ഹനീഫിനെ ഒരുപാട് നാളായി പരിചയമുണ്ടെന്നും കൊല നടന്ന ദിവസം ഹാൾവേയിൽ അടിച്ച അസഹ്യമായ വിയർപ്പ് നാറ്റം ഒരിക്കലും ഞങ്ങൾക്ക് ഹനീഫിൽ നിന്നും അനുഭവപ്പെട്ടിട്ടില്ലെന്നും മാത്രമല്ല അന്ന് കണ്ട നിഴൽ രൂപം ഹനീഫിനേക്കാൾ ഇരുണ്ട നിറമുള്ളതായിരുന്നുവെന്നും അവർ മൊഴി നൽകി. സാഹചര്യ തെളിവുകളല്ലാതെ ഹനീഫ് തന്നെയാണ് കൊലയാളി എന്ന് തെളിയിക്കുന്ന ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തതിനാൽ കോടതി ഹനീഫിനെ വെറുതെ വിട്ടു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ക്രൈം സീനിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു അജ്ഞാത പുരുഷന്റെ DNA ആണ്. നൊറീറ്റയെ കൊലപ്പെടുത്തിയ ശേഷമാണ് അവളുടെ കൈകാലുകൾ വയറുപയോഗിച്ച് കെട്ടിയത്. ആ വയറിൽ നിന്നാണ് അജ്ഞാത പുരുഷന്റെ DNA പോലീസ് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ അയാളായിരിക്കണം ആ കൊലയാളി. നൊറീറ്റ കൊല്ലപ്പെട്ട 2003 ഡിസംബർ 5-ാം തീയതി വെളുപ്പിനെ 4 മണിക്ക് വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നതുകൊണ്ട് കൊലയാളി നൊറീറ്റയ്ക്ക് പരിചയമുള്ള ഒരാളാണെന്ന് ഉറപ്പാണ്. പക്ഷേ അതാരാണ് എന്ന ചോദ്യത്തോടെ ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്.